ചാലക്കുടി ചായ്പൻ പീലാർമൂഴിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ വയോധികൻ മരിച്ചു. സംഭവത്തിൽ പ്രതിഷേധിച്ച് ചായ്പൻകുഴി ഫോറസ്റ്റ് ഓഫീസ് നാട്ടുകാർ അടിച്ചു തകർത്തു. നടിയെ ആക്രമിച്ച കേസിൽ 8ാം പ്രതിയായ നടൻ ദിലീപിനെ വെറുതെ വിട്ടു. കേസിലെ 1ാം പ്രതിയായ പൾസർ സുനി അടക്കമുള്ളവർ കുറ്റക്കാരെന്ന് കോടതി. തദ്ദേശ പോരിൽ ആദ്യഘട്ട പോളിംഗ് നാളെ നടക്കും. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ 7 ജില്ലകൾ വിധിയെഴുതും. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. ചാലക്കുടി ചായ്പൻ പീലാർമൂഴിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ വയോധികൻ മരിച്ചു. പീലാർമൂഴി തെക്കൂടൻ 70 വയസ്സുള്ള സുബ്രനാണ് മരിച്ചത്. തിങ്കളാഴ്ച പുലർച്ചെ 6 മണിയോടെയായിരുന്നു സംഭവം. രാവിലെ ചായ കുടിക്കാനായി പുറത്തിറങ്ങിയതായിരുന്നു സുബ്രൻ. കാട്ടാന ആക്രമണത്തിൽ വയോധികന് ദാരുണാന്ത്യം. പീലാർമൂഴി തെക്കൂടൻ വീട്ടിൽ സുബ്രനാണ് മരിച്ചത്. ചായ്പൻകുഴി പീലാർമൂഴിയിൽ തിങ്കളാഴ്ച രാവിലെ 6 മണിയോടെയായിരുന്നു സംഭവം. വീട്ടിൽ നിന്നും 3 മീറ്ററോളം അകലെയുള്ള കടയിൽ ചായ കുടിക്കാൻ പോകുന്ന വഴിയാണ് അപ്രതീക്ഷിതമായി കാട്ടാന ആക്രമണം ഉണ്ടായത്. തോട്ടം തൊഴിലാളിയായ ഗിരീഷിനെ കാട്ടാന ഓടിക്കുന്നതിനിടെയാണ് കാട്ടാന സുബ്രന്റെ നേരെ തിരിഞ്ഞത്. ഓടി രക്ഷപ്പെടുന്നതിനിടെ നിലത്ത് വീണ സുബ്രന്റെ ദേഹത്ത് ആന ചവിട്ടുകയും മറിച്ചിടുകയും ചെയ്തു. ശബ്ദം കേട്ടെത്തിയ നാട്ടുകാരാണ് റോഡിൽ കിടന്ന സുബ്രനെ ഫോറസ്റ്റ് വാഹനത്തിൽ കയറ്റി ആശുപത്രിയിൽ എത്തിച്ചത്. യാത്രാമധ്യേ മരണം സംഭവിക്കുകയും ചെയ്തു. താലൂക്ക് ആശുപത്രിയിൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം നടത്തി. നിരവധി പേർ ആശുപത്രി പരിസരത്ത് തടിച്ചുകൂടി. പോലീസ് എത്തിയാണ് നിയന്ത്രണ വിധേയമാക്കിയത്. മീഡിയ ടൈം, ചാലക്കുടി. കാട്ടാനാക്രമണത്തിൽ വയോധികൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധിച്ച് ചായ്പൻകുഴി ഫോറസ്റ്റ് ഓഫീസ് നാട്ടുകാർ അടിച്ചു തകർത്തു. ജീവനക്കാർക്ക് നേരെയും കയ്യേറ്റമുണ്ടായി. അരമണിക്കൂറോളം ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ഇവർ പോലീസ് എത്തിയതോടെയാണ് ശാന്തരായത്. ചായ്പൻകുഴി ഫോറസ്റ്റ് ഓഫീസ് നാട്ടുകാർ അടിച്ചു തകർത്തു. ഓഫീസിലേക്ക് അതിക്രമിച്ച് കയറാൻ ശ്രമിച്ചവരെ ഉദ്യോഗസ്ഥർ തടഞ്ഞു. ഉദ്യോഗസ്ഥരെ തള്ളിമാറ്റി അകത്തു കടന്ന ഇവർ മേശകളും കസേരകളും അടിച്ചുപിടിച്ചു. ഫയലുകളെല്ലാം വലിച്ചെറിഞ്ഞു. ടിവിയും കമ്പ്യൂട്ടറുകളും അടക്കമുള്ളവ അടിച്ചു തകർത്തു. ജനൽ ചില്ലുകളെല്ലാം തകർത്തിട്ടുണ്ട്. ജീവനക്കാർക്ക് നേരെയും കയ്യേറ്റമുണ്ടായി. അരമണിക്കൂറോളം ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ഇവർ പോലീസ് എത്തിയതോടെയാണ് ശാന്തരായത്. പ്രദേശത്ത് കുറെ നാളുകളായി കാട്ടാന ആക്രമണം രൂക്ഷമാണ്. കൃഷി നശിപ്പിക്കുന്നത് പതിവായി മാറി. ഇതിനു പുറമെയാണ് കാട്ടാന ആക്രമണം ഉണ്ടാകുന്നത്. പലരും തലനാരിഴയ്ക്കാണ് ആനകളുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടുന്നത്. ഇത് സംബന്ധിച്ച് നിരവധി പരാതികൾ നൽകിയിട്ടും വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് സംരക്ഷണം ഒരുക്കുന്നതടക്കമുള്ള നടപടികൾ ഉണ്ടാകുന്നില്ലെന്നാണ് പരാതി. ഇതിനിടെയാണ് അപ്രതീക്ഷിതമായി തിങ്കളാഴ്ച രാവിലെ പ്രദേശവാസിയായ വയോധികൻ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധം നടത്തി. ഉച്ചയായിട്ടും സമരക്കാർ പിരിഞ്ഞു പോകാതിരുന്ന സാഹചര്യത്തിൽ RDO ഷിബു സ്ഥലത്തെത്തി സമരക്കാരുമായി ചർച്ച നടത്തി. കുടുംബത്തിന് നഷ്ടപരിഹാരമായി 5 ലക്ഷം രൂപ കൈമാറി. ആശ്രിതർക്ക് താൽക്കാലിക ജോലി നൽകാമെന്ന ഉറപ്പും ബന്ധപ്പെട്ടവർ നൽകിയതിനെ തുടർന്നാണ് സമരക്കാർ പിരിഞ്ഞുപോയത്. ബെന്നി ബെഹനാൻ MP, സനീഷ് കുമാർ ജോസഫ് MLA എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു. മീഡിയ ടൈം, ചാലക്കുടി. നടിയെ ആക്രമിച്ച കേസിൽ 8ാം പ്രതിയായ നടൻ ദിലീപിനെ വെറുതെ വിട്ടു. കേസിലെ 1ാം പ്രതിയായ പൾസർ സുനി അടക്കമുള്ളവർ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തി. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ദിലീപിനെ വെറുതെ വിട്ടുകൊണ്ടുള്ള വിധി പ്രസ്താവിച്ചത്. നടിയെ ആക്രമിച്ച കേസിൽ പ്രതിയായ നടൻ ദിലീപിനെ വെറുതെ വിട്ടു. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത പൾസർ സുനി അടക്കം 6 പ്രതികൾക്കെതിരെ കൂട്ടബലാത്സംഗം, തട്ടിക്കൊണ്ടുപോകൽ, ഗൂഢാലോചന എന്നീ കുറ്റങ്ങളാണ് പ്രധാനമായും ചുമത്തിയിരിക്കുന്നത്. ഇവയെല്ലാം തെളിഞ്ഞു. 6 പ്രതികളുടെയും ശിക്ഷാവിധിയിൽ ഡിസംബർ 12-ന് വാദം നടക്കും. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തില്ലെങ്കിലും സംഭവത്തിന്റെ മുഖ്യ ആസൂത്രകനെന്ന് പ്രോസിക്യൂഷൻ ആരോപിക്കുന്ന 8ാം പ്രതിയായ ദിലീപിനെതിരെയും ബലാത്സംഗ കുറ്റം ചുമത്തിയിരുന്നു. എന്നാൽ
ദിലീപിനെതിരെ ക്രിമിനൽ ഗൂഢാലോചന തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല. ഗൂഢാലോചനയിലടക്കം തെളിവില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കേസിൽ പ്രതിയായ ദിലീപിനെ കോടതി കുറ്റവിമുക്തനാക്കിയത്. IT നിയമപ്രകാരം പൾസർ സുനി കുറ്റക്കാരനാണെന്നും കോടതി കണ്ടെത്തി. പ്രതികളെ ഒളിവിൽ പോകാൻ സഹായിച്ച ചാർലിയെയും 10ാം പ്രതിയായ ശരത്തിനെയും വെറുതെ വിട്ടു. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണി M. വർഗീസാണ് 6 വർഷം നീണ്ട വിചാരണ പൂർത്തിയാക്കി കേസിൽ വിധി പറഞ്ഞത്. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 6 പ്രതികളടക്കം 10 പേരാണ് വിചാരണ നേരിട്ടത്. ആക്രമിക്കപ്പെട്ട നടിയോടുള്ള വ്യക്തിവിരോധത്തെ തുടർന്ന് ബലാത്സംഗത്തിന് കൊട്ടേഷൻ കൊടുത്തുവെന്നാണ് ദിലീപിനെതിരായ കേസ്. എന്നാൽ തന്നെ കേസിൽ പെടുത്തിയതാണെന്നും പ്രോസിക്യൂഷൻ കെട്ടിച്ചമച്ച തെളിവുകളാണ് കോടതിയിൽ എത്തിയതെന്നുമായിരുന്നു ദിലീപിന്റെ വാദം. നിലവിൽ ജാമ്യത്തിലുള്ള 1 മുതൽ 6 വരെയുള്ള പ്രതികളെ റിമാൻഡ് ചെയ്യും. ജാമ്യം റദ്ദാക്കും. ഇവരെ കാക്കനാട് ജയിലിലേക്ക് മാറ്റും. മീഡിയ ടൈം, കൊച്ചി. നടിയെ ആക്രമിച്ച കേസിലെ കോടതി വിധി തൃപ്തികരമല്ലെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. പ്രോസിക്യൂഷൻ കേസ് വാദിക്കുന്നതിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. ഇത് അന്വേഷണ വിഭാഗത്തിന്റെയും കൂടി ഗുരുതര വീഴ്ചയാണെന്ന് സണ്ണി ജോസഫ് പറഞ്ഞു. നടിയെ ആക്രമിച്ച കേസിലെ കോടതി വിധി ഒരു തൃപ്തികരമല്ല. പ്രോസിക്യൂഷൻ ആ കേസ് പൂർണ്ണാർത്ഥത്തിൽ കോടതിയിൽ സമർത്ഥിച്ച് വാദിച്ച് തെളിയിക്കുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്നു. ഗൂഢാലോചന ഭാഗം തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത് പോലീസ് അന്വേഷണ വിഭാഗത്തിൻ്റെയും കേസ് നടത്തിപ്പിൽ പ്രോസിക്യൂഷന്റെയും ഗൗരവമേറിയ ഒരു പരാജയമായിട്ട് തന്നെയാണ് വിലയിരുത്തുന്നത്. കേരള പോലീസിൽ ക്രിമിനലുകളുടെ സ്വാധീനത്തിന് വഴങ്ങി അന്വേഷണം നടത്തുന്നു എന്ന ദിലീപിന്റെ ആരോപണം തള്ളി CPM നേതാവ് MK ബാലൻ. കോടതി വിധിയെക്കുറിച്ച് അഭിപ്രായം പറയാനില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അന്വേഷണ സംഘം ക്രിമിനലാണെന്ന് നടൻ ദിലീപിന്റെ പരാമർശം നടത്തിയത് ഗുരുതര ആരോപണമാണ്. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന് നടപടികൾ സ്വീകരിക്കാവുന്നതാണ് AK ബാലൻ പറഞ്ഞു. അവരൊരു ക്രിമിനലാണെന്നും ക്രിമിനലുകൾക്ക് വിധേയമായി പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥയാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. പിന്നെ ദിലീപിന് അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പ്രൊസീഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. കാരണം ക്രിമിനലുകളാണ് കേസ് നടത്തിയതെങ്കിൽ, അന്വേഷണം നടത്തിയതെങ്കിൽ അത് ഗുരുതരമായിട്ടുള്ളൊരാരോപണമാണ്. അതീവ ഗുരുതരമായിട്ടുള്ളൊരാരോപണമാണ്, ആക്ഷേപമാണ്. അപ്പം അതിനെ സംബന്ധിച്ച് അഭിപ്രായം പറയേണ്ടത് അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥന്മാരാണ്. അഭിപ്രായം പറഞ്ഞതിന് ശേഷം എന്തെങ്കിലും പറയേണ്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു. സർക്കാർ അന്ന് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ സർക്കാർ അതിലെ കുറ്റവാളികളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുന്നതിനും ശിക്ഷിപ്പിക്കുന്നതിനും ശക്തമായിട്ടുള്ള നിലപാടാണ് ആഭ്യന്തര വകുപ്പും പോലീസും സ്വീകരിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് നിരവധി കേസുകൾ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ശിക്ഷിപ്പിക്കപ്പെട്ടത്. തദ്ദേശ പോരിൽ ആദ്യഘട്ട പോളിംഗ് നാളെ നടക്കും. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ 7 ജില്ലകൾ വിധിയെഴുതും. ഇന്ന് രാവിലെ 9 മണി മുതൽ പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്തു തുടങ്ങി. പ്രശ്നബാധിത ബൂത്തുകളിൽ പ്രത്യേക പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെ 7 മുതൽ വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പ് സമയം. ത്രിതല പഞ്ചായത്തുകളും നഗരസഭകളും ഉൾപ്പെടെ 595 തദ്ദേശ സ്ഥാപനങ്ങളിലായി 11,168 വാർഡുകളിലേക്കാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ്. 36,630 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. 1.32 കോടിയിലധികം വോട്ടർമാർക്കായി 15,432 പോളിംഗ് സ്റ്റേഷനുകൾ ഉണ്ട്. 480 പ്രശ്നബാധിത ബൂത്തുകൾ ഉണ്ടെന്നാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്ക്. ഇവിടെ പ്രത്യേക പോലീസ് സുരക്ഷയും വെബ്കാസ്റ്റിംഗും വീഡിയോഗ്രാഫിയും ഉണ്ടാകും. 2 ഘട്ടങ്ങളിലായി പോളിംഗിന് 1.80 ലക്ഷം ഉദ്യോഗസ്ഥരെയും 70,000 പോലീസുകാരെയുമാണ് നിയോഗിച്ചിട്ടുള്ളത്. മീഡിയ ടൈം, കൊച്ചി. ഇനി മറ്റു വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ. ഐക്യജനാധിപത്യ മുന്നണി പുല്ലൂറ്റു മേഖല കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ റോഡ് ഷോ നടത്തി. DCC സെക്രട്ടറി TM നാസർ മേഖല കമ്മിറ്റി ചെയർമാൻ KG മുരളീധരന് പതാക നൽകിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു. വൈകിട്ട് 6 മണിക്ക് നാരായണമംഗലം ജംഗ്ഷനിൽ സമാപിച്ച റോഡ് ഷോ എറണാകുളം DCC ജനറൽ സെക്രട്ടറി MK ജയൻ ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് C മുഹമ്മദ് റഷീദ് മുഖ്യാതിഥിയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് കാട്ടൂർ ഡിവിഷൻ UDF സ്ഥാനാർത്ഥി വിനീഷ് സുകുമാരൻ പെരിഞ്ഞനം ബ്ലോക്ക് ഡിവിഷനിൽ പര്യടനം നടത്തി. മതിലകം പള്ളിവളവിൽ KPCC ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ പര്യടന പരിപാടി ഉദ്ഘാടനം ചെയ്തു. UDF നേതാക്കളായ KK ശോഭൻ, CS രവീന്ദ്രൻ, സുനിൽ P മേനോൻ, ഷിബു വർഗീസ്, TS ശശി, OA ജൻറിൻ, EM വിൻസെന്റ്, സുധാകരൻ മണപ്പാട്ട്, PR രാജേഷ്, അബ്ദു എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥി ഷീല വിശ്വംഭരൻ, ലിസി വിൻസെന്റ് എന്നിവർ പര്യടനത്തിൽ പങ്കെടുത്തു.
തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിന്റെ സുരക്ഷാ ക്രമീകരണത്തിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂരിൽ പോലീസ് റൂട്ട് മാർച്ച് നടത്തി. കേരള പോലീസിനു പുറമെ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ്, റാപ്പിഡ് റെസ്പോൺസ് ഫോഴ്സ് എന്നിവയും റൂട്ട് മാർച്ചിൽ അണിനിരന്നു. ചന്തപ്പുറയിൽ നിന്നും ആരംഭിച്ച റൂട്ട് മാർച്ച് നഗരം ചുറ്റി അവസാനിച്ചു. ഡിവൈഎസ്പി PC ബിജുകുമാർ, സർക്കിൾ ഇൻസ്പെക്ടർ BK അരുൺ, സബ് ഇൻസ്പെക്ടർ K സാലിം എന്നിവർ റൂട്ട് മാർച്ച് നയിച്ചു. മാള പരനാട്ടുകുന്ന് ശ്രീനാരായണ സമാജം പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. ഗുരുപൂജ, പ്രഭാഷണം, കലാപരിപാടികൾ, അന്നദാനം എന്നിവ നടന്നു. അരുൺ ശാന്തി, NS പ്രകാശൻ, KV വിൽസൺ, CK സതീശൻ എന്നിവർ സംസാരിച്ചു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ തുമ്പൂർ യൂണിറ്റ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ ഖാദർ എടവിലങ്ങ് ഉദ്ഘാടനം നിർവഹിച്ചു. വാർഷിക റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന ശാന്ത, വാർഷിക വരവ് കണക്കുകൾ അവതരിപ്പിക്കുന്ന സുഷിത, സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന ജില്ലാ കമ്മിറ്റി അംഗവും വെള്ളാങ്കല്ലൂർ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറിയുമായിട്ടുള്ള മിനി പ്രസിഡന്റ്, പ്രമേയം അവതരിപ്പിക്കുന്ന നിത്യ, അതേപോലെ തന്നെ ആശംസാ പ്രസംഗം നടത്താൻ നിങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയങ്കരനായ ഏരിയ കമ്മിറ്റിയുടെ ട്രസ്റ്റ് കൂടിയായിട്ടുള്ള MN പുരുഷോത്തമൻ, MN പങ്കജാശൻ തുടങ്ങിയ യോഗത്തിൽ സംബന്ധിക്കുന്ന യൂണിറ്റ് പ്രസിഡന്റ് PO വർഗീസ് അധ്യക്ഷത വഹിച്ചു. വെള്ളാങ്കല്ലൂർ ഏരിയ സെക്രട്ടറി മിനി പ്രസന്നൻ, യൂണിറ്റ് സെക്രട്ടറി ശാന്ത ദേവിദാസൻ, സുഷിത ശ്രീദേവി, ജൈനി, തമസ്യ P നാരായണൻ, MN പങ്കജാക്ഷൻ, വിജയലക്ഷ്മി എന്നിവർ സംസാരിച്ചു. മാള ഹോളി ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ വാർഷികാഘോഷമായ ഹോളി ഫെയർ ഫിയസ്റ്റക് സമാപനമായി. സമാപന സമ്മേളനം പുത്തഞ്ചിറ ഈസ്റ്റ്പള്ളി വികാരി ഫാദർ ജോൺ കവലക്കാട് ഉദ്ഘാടനം ചെയ്തു. പ്രവേശിക്കുന്നത് അതുകൊണ്ട് ഒരു പരിധിവരെ ഞാൻ സ്തബ്ധനായിപ്പോയി. ഇത്രയും വലിയ ഒരു വളർച്ച ഈ ഒരു സ്ഥാപനത്തിന് വന്നല്ലോ, വളരെ അത്ഭുതപ്പെട്ടു. സെക്രട്ടറി PV ജോൺ ഐനിക്കൽ എന്നോടത് തുടക്കത്തിൽ തന്നെ ശ്രദ്ധിച്ചു. അച്ഛനെന്താ ഞെട്ടിപ്പോയി. ഹോളി ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയർമാൻ സാനി എടാട്ടുകാരൻ അധ്യക്ഷത വഹിച്ചു. ബെന്നി ജോൺ ഐനിക്കൽ സംസാരിച്ചു. ദീർഘകാലമായി ഹോളി ഗ്രേസ് ജീവനക്കാരനായി പ്രവർത്തിച്ചു വരുന്ന ജോസഫിന്റെ ഭാര്യ സീത ജോസഫിന് വീട് നിർമ്മിക്കുന്നതിനാവശ്യമായ അനുമതി പത്രവും ആദ്യഗഡു സഹായധനവും ഹോളി ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയർമാൻ സാനി എടാട്ടുകാരൻ കൈമാറി. ചാലക്കുടി പുഴയിൽ കുളിക്കാനിറങ്ങിയ 63-കാരൻ അപകടത്തിൽപ്പെട്ട് മരിച്ചു. അന്നമനട സ്വദേശി തെക്കേടത്ത് ഗോപാലനാണ് മരിച്ചത്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് സംഭവം. മാളവള്ളിപ്പുറം വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ ബൈബിൾ കൺവെൻഷൻ മനാസെ 2025 ഡിസംബർ 12 മുതൽ 15 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. 100 വർഷം ശതാബ്ദി വർഷത്തിൻ്റെ ആഘോഷങ്ങളുടെ ഭാഗമായി നമ്മൾ ആരംഭിക്കുന്ന മാളവള്ളിപ്പുറം ബൈബിൾ കൺവെൻഷൻ മനാസെ 2025 ഈ വരുന്ന 12, 13, 14, 15 വെള്ളി, ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങളിൽ വൈകിട്ട് 4:30 മണിയോടുകൂടിയുള്ള ജപമാലയോടുകൂടി ആരംഭിച്ച് 9 മണിക്ക് രാത്രി 9 മണിക്ക് അവസാനിക്കുന്ന രീതിയിൽ വലിയ അഭിഷേകത്തിൻ്റെ സമയം ആരംഭിക്കുകയാണ്. നമ്മുടെ ശതാബ്ദി ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഒത്തിരിയധികം കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഭവനങ്ങൾ നിർമ്മിക്കുക, പാവപ്പെട്ട രോഗികൾക്ക് സഹായം ചെയ്തു കൊടുക്കുക. ഏകദേശം 100 രോഗികളിൽ 50ഓളം രോഗികൾ നമ്മളിപ്പോൾ സഹായിച്ചു കഴിഞ്ഞു. ബാക്കിയുള്ളവർക്ക് സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം പലവിധ സംഗമങ്ങൾ നടത്തുക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു. അതിൻ്റെ ഭാഗമാണ് ഈ ബൈബിൾ കൺവെൻഷൻ. അട്ടപ്പാടി സഹ്യോൻ ധ്യാന കേന്ദ്രം ഫാദർ സാജു ഇലഞ്ഞിയിലിന്റെ നേതൃത്വത്തിൽ വൈകിട്ട് 4:30 മുതൽ 9 മണി വരെയാണ് ബൈബിൾ കൺവെൻഷൻ സംഘടിപ്പിച്ചിരിക്കുന്നത്.
ഫാദർ പോൾ തോമസ്, CT ഡെന്നി, CO ജോസ്, CJ തോമൻ, വിൽഫ്രഡ് എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചാലക്കുടി ചായ്പൻ പീലാർമൊഴിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ വയോധികൻ മരിച്ചു. സംഭവത്തിൽ പ്രതിഷേധിച്ച് ചായ്പൻകുഴി ഫോറസ്റ്റ് ഓഫീസ് നാട്ടുകാർ അടിച്ചു തകർത്തു. നടിയെ ആക്രമിച്ച കേസിൽ 8ാം പ്രതിയായ നടൻ ദിലീപിനെ വെറുതെ വിട്ടു. കേസിലെ 1ാം പ്രതിയായ പൾസർ സുനി അടക്കമുള്ളവർ കുറ്റക്കാരെന്ന് കോടതി. തദ്ദേശ പോരിൽ ആദ്യഘട്ട പോളിംഗ് നാളെ നടക്കും. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ 7 ജില്ലകൾ വിധിയെഴുതും. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.